10-24 ദിവസമായി കരച്ചിലും കണ്ണീരായിട്ട് കൊടുത്തിക്കണ എൻ്റെ പൊന്നുപോലെ ജീവൻ കിട്ടാൻ വേണ്ടി അവസാനം 10-20 ലക്ഷം ഉറുപ്പിക്ക് വേണമെന്നാ പറയണേ. ഞങ്ങളെയൊക്കെ ഒരു ഭാഗമില്ലാത്തതുകൊണ്ടാണ് ഈ വീഡിയോ ഒരു പട്ടപ്പാസിക്ക് വന്നിക്കണേ. ഷബീർക്ക് ഓടിക്കാഴ്ച ഇവിടെ വന്നതും അതുകൊണ്ടാണ്. ഇനി കൂടുതൽ പറയാൻ കഴിയണില്ല. പ്രിയപ്പെട്ടവരെ സഹായിക്കണം. ലിസി ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ അതീവ ഗുരുതരാവസ്ഥയിൽ ജീവന് വേണ്ടി മല്ലിടുന്ന ഈ പൊന്നുമോളുടെ പ്രതീക്ഷ ഈ കാണുന്ന, ഈ സങ്കടം കാണുന്ന, ഈ വീഡിയോ കാണുന്ന നമ്മളിൽ ഓരോരുത്തരുമാണ്, നിങ്ങൾ ഓരോരുത്തരിലുമാണ്. ഹൃദയം പൊട്ടിയ ഒരു ഉപ്പയുടെ വാക്കുകൾ, ഹൃദയം തകർന്നുകൊണ്ടുള്ള ഉപ്പയുടെ വാക്കുകൾ ജീവന് വേണ്ടി നിങ്ങളുടെ മുമ്പിലേക്ക് കേണപേക്ഷിക്കുകയാണ്. എനിക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ഞാൻ കാണിച്ചു ലോകത്തിന് മുമ്പ്. ഇനി ആരും നിങ്ങളല്ലാതെ മാർഗം സഹായിക്കണേ. കുടുംബം അനാഥമാക്കരുത്. സഹായിക്കണേ ഒരു കുടുംബമാണ് മോൾക്ക് വേണ്ടിയിട്ട് പൈസ ഇല്ലാത്ത ജീവൻ രക്ഷ നഷ്ടപ്പെടുത്താൻ ഒരു അവസരം നമ്മൾ കൊടുക്കരുത്. സഹായിക്കണം പ്രിയപ്പെട്ടവരെ. ഈ സമയം 2 മണിയാണ്. ഈ പാതിരാ രാത്രിയിൽ ഞാൻ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ ലിസി ഹോസ്പിറ്റലിന് മുമ്പിലാണ്. മനസ്സിൽ നന്മയുള്ള ആളുകൾ, മനസ്സിൽ ഒരു ജീവൻ രക്ഷിക്കാൻ കൂടെ നിൽക്കുമെന്ന് ഉറപ്പുള്ള ആളുകൾ, നല്ല മനസ്സുള്ള ആളുകൾ, പ്രിയപ്പെട്ടവരെ വളരെ അടിയന്തരമായിട്ടുള്ള എമർജൻസി ആയിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങളൊന്ന് ഷെയർ ചെയ്യണേ. കാണുന്ന ആളുകൾ ഓൺ ദ സ്പോട്ടിൽ ഷെയർ ചെയ്യണേ. പ്രിയപ്പെട്ട ഫാത്തിമ ഫൗസിയ എന്ന് പറയുന്ന തവനൂർ പഞ്ചായത്തിലെ 17-ാം വാർഡിലെ അതലൂരിലെ പ്രിയപ്പെട്ട ഫാത്തിമ ഫൗസിയ 2 പ്രാവശ്യം ഹൃദയവാൾവ് മാറ്റിവെച്ച് അവസാനം മാറ്റിവെച്ചത് ലിസി ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു. ശ്വാസതടസ്സം മൂലം ഇപ്പോൾ വെന്റിലേറ്ററിൽ ജീവൻ നിലനിർത്താനുള്ള വലിയൊരു പോരാട്ടത്തിലാണ്. കഴിഞ്ഞ 10-22 ദിവസമായി പണമില്ലാത്തതിൻ്റെ പേരിൽ ഈ കുടുംബം നരകയാതന അനുഭവിക്കുകയാണ്. ഇനി നമ്മൾ മാത്രമേയുള്ളൂ. ചികിത്സിക്കാൻ പണമില്ല, വല്ലാത്ത പ്രയാസത്തിലാണ്. ഹോൾസ് ഇട്ട് അതേപോലെ തന്നെ ട്യൂബ് ഇട്ടിട്ടൊക്കെയാണ് ഇപ്പം വെന്റിലേറ്ററിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു മാർഗവുമില്ല. വെന്റിലേറ്റർ ആയതുകൊണ്ട് അവിടുന്ന് വീഡിയോ എടുക്കാനും നമുക്ക് പെർമിഷൻ ഇല്ല. പുറത്ത് നിന്നുകൊണ്ട് കോരിച്ചെരിയുന്ന മയത്താണ് ഈ കുടുംബത്തിൻ്റെ സങ്കടം നിങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നിങ്ങൾ തട്ടിക്കളയരുത്. നമ്മൾ മാത്രമാണ്, അത്രയും അർജന്റ് ആയതുകൊണ്ടാണ് ലോകത്തെ മനസാക്ഷികൾക്ക് മുമ്പിൽ ഞാൻ ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നത്. നിങ്ങളിത് തട്ടിക്കളഞ്ഞാൽ ഒരു പെൺകുട്ടി, 10-21 വയസ്സുള്ള ഒരു പെൺകുട്ടി അനാഥമാകുന്ന, ജീവന് തന്നെ ഭീഷണിയാവുന്ന തരത്തിലേക്ക് പോവുകയാണ്. സഹായിക്കണേ. തട്ടിക്കളയാൻ പാടില്ല. ദൈവ പടച്ചവനെ ഓർത്ത് നിങ്ങൾ സഹായിക്കണേ. മലയാളികൾക്ക് പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത ഡോക്ടർ, അറിയപ്പെടുന്ന ലിസി ഹോസ്പിറ്റൽ കാർഡിയക് സർജറിയുടെ ഹെഡ് പ്രിയപ്പെട്ട ജോസ് ചാക്കോ സാറാണ് നമ്മളെ കൂടെ ഉള്ളത്. ഫാത്തിമോളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും സാറാണ് നോക്കുന്നത്. സാറ് നമ്മളോട് സംസാരിക്കും. ഞാൻ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറമാണ്. ഫാത്തിമയെ പറ്റി ഒരു 2 വാക്കുകൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഫാത്തിമ ഏകദേശം ഒരു മാസത്തോളമായിട്ട് ഞങ്ങളുടെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ ചികിത്സയിലാണ്. ചെറുപ്പത്തിലെ തന്നെ ഒരു ഹൃദയ വാൽവ് മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം വന്നു. അതിനുശേഷം വെച്ച വാൽവിന് വീണ്ടും ചുരുക്കം വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് രണ്ടാമതൊരു ഹൃദയ ശസ്ത്രക്രിയയുടെ ആവശ്യം വന്നത്. ഏകദേശം 1 മാസം മുന്നേ കുട്ടിക്ക് ഒരു രണ്ടാമതൊരു വാൽവ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായിട്ട് നമുക്ക് നിർവഹിക്കാനായി. പക്ഷേ ശാരീരികമായിട്ടുള്ള ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ രണ്ടാമത്തെ ഒരു ശസ്ത്രക്രിയ ചെയ്യേണ്ടി വന്നത്. ആ പഴയ വാൽവിൻ്റെ അവസ്ഥ വളരെ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് ഫാത്തിമയെ കൊണ്ടുവരികയും ഹൃദയത്തിൻ്റെ പ്രവർത്തനം വളരെ മോശമായ അവസ്ഥയിൽ ഒരു വളരെ ഹൈ റിസ്ക് ആയിട്ടുള്ളൊരു ശസ്ത്രക്രിയയാണ് നമ്മൾ ഏറ്റെടുത്തത്. ഏകദേശം 30 ദിവസത്തോളം ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ തന്നെ ഫാത്തിമയ്ക്ക് കഴിയേണ്ടി വന്നു. ഇന്നലെയാണ് ഫാത്തിമയെ നമ്മൾ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ നിന്ന് ഒരു സ്പെഷ്യൽ കെയർ റൂമിലേക്ക് നമുക്ക് മാറ്റാനായത്. എന്നിരുന്നാലും വെന്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇപ്പോഴും ചികിത്സകൾ തുടരുന്നത്. വളരെയധികം മരുന്നുകളുടെ ആവശ്യമുണ്ട്. ഇനിയും നമുക്ക് വളരെ ദൂരം മുന്നോട്ട് പോകേണ്ടതായി. ഫാത്തിമ ഒരു നിർധന കുടുംബത്തിലെ അംഗമായിട്ടാണ് ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ സഹായവും ഫാത്തിമയുടെ മുന്നോട്ടുള്ള റിക്കവറി ഫേസിൽ വളരെയധികം ഉപകാരപ്രദമാകും എന്നുള്ളതിന് സംശയമില്ല. ഇതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് പ്രിയപ്പെട്ട പൊന്നാനി SI അവർ സുഭാഷ് സാർ നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹം നമ്മളോട് സംസാരിക്കും. ഈ ലൈവ് കാണുന്ന എല്ലാവരും ശ്രദ്ധിക്കുക. ഈ ഫൗസിയ മോളെ ലിസി ഹോസ്പിറ്റലിൽ വാൽവ് മാറ്റി വയ്ക്കുന്ന ശസ്ത്രക്രിയയായിട്ട് ബന്ധപ്പെട്ട് വെന്റിലേറ്ററിലാണ്. ആ കുട്ടിയെ ലൈവ് കാണുന്ന എല്ലാവരും സഹായിക്കണം. ഞാൻ പൊന്നാനി SI ആണ്. എൻ്റെ പേര് സുഭാഷ്. എറണാകുളം ലിസി ഹോസ്പിറ്റലിൽ നിന്നും പാതിരാത്രി വീഡിയോ എടുത്തതിന് ശേഷം ഓടിയെത്തിയത് തവനൂർ അതലൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്.
വളരെ സുതാര്യമായി ജനകീയ കമ്മിറ്റിയുടെ സാന്നിധ്യത്തിൽ, ജനങ്ങളുടെ സാന്നിധ്യത്തിൽ ഒറ്റക്കെട്ടായി കൊണ്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഇത്രയും കാലം ആ കുടുംബം ആരെയും അറിയിക്കാതെ ഉള്ളത് പണയം വെച്ചും നാട്ടുകാരുടെ സഹായത്തോടെയും ഇത്രയും കാലം പിടിച്ചു നിന്നു. ഒരു ഗത്യന്തരം ഇല്ലാത്തത് കൊണ്ടാണ് അഭിമാനമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നിങ്ങളെ മുമ്പിലേക്ക് സഹായമായിട്ട് അപേക്ഷിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത്, തവനൂരിലെ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, ജനകീയ കമ്മിറ്റിയുടെ ഭാരവാഹികൾ, അതലൂർ മഹല്ല് കമ്മിറ്റിയുടെ ഖത്തീബ് അടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, മുഹമ്മദ് ഫാസിൽ എന്ന് പറയുന്ന ഫൗസിയുടെ സഹോദരൻ്റെ അക്കൗണ്ട് നമ്പറാണ് ഇതിൽ വെക്കുന്നത്. ഫാസിലിൻ്റെ ഗൂഗിൾ പേ വെക്കുന്നുണ്ട്. രണ്ടാമത്തെ ഗൂഗിൾ പേ ആയിട്ട് ഫൗസിയുടെ നമ്പറാണ്. വളരെ ശ്രദ്ധിക്കേണ്ടത്, ഗൂഗിൾ പേ ട്രാൻസാക്ഷൻ പരമാവധി ഒഴിവാക്കി നേരിട്ട് അക്കൗണ്ടിലോട്ട് അയക്കാനുള്ള ഒരു ശ്രമം നടത്തണം. വലിയൊരു ദൗത്യമാണ്. ഉള്ള ആളുകൾ ഇവിടെ കൂടിയിട്ടുണ്ട്. അർജന്റ് ആയതുകൊണ്ടാണ്. നിങ്ങൾ തട്ടിക്കളയാൻ പാടില്ല. ഇതിന്റെ ഗൗരവം ഉൾക്കൊള്ളണമെന്ന് വളരെ വിനീതമായി ജനകീയ സമിതിയുടെ സാന്നിധ്യത്തിൽ നിങ്ങളോട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ അതളൂർ മഹല്ല് ഖത്തീബ് അബ്ദുൽ ഹക്കീം ഹുദവി. വളരെ അർജൻറ്റായ ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ഇവിടെ നിന്നിരിക്കുന്നത്. ഒരുപാട് ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഏറ്റവും അടുത്ത ബന്ധമുള്ള പ്രിയപ്പെട്ട ഫൗസിയ എന്ന സഹോദരിയുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ വലിയ രൂപത്തിലുള്ള സഹായം ആവശ്യമുള്ള ഒരു സമയത്താണ് ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. വലിയ രൂപത്തിൽ നിങ്ങളുടെ സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ടാവണം. 19-ാം വാർഡ് മെമ്പറാണ്, ഇത് 17-ാം വാർഡ് മെമ്പറാണ്, ഇത് 18-ാം വാർഡ് മെമ്പറാണ്. 3 മെമ്പർമാരാണ് നിൽക്കുന്നത് ഈ കുട്ടിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ കുട്ടിക്ക് വേണ്ടി സഹായിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ റഫീഖാണ്, നെഹൽ ബേക്കറി. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടി ഇന്നലെ പാതിരാത്രി എൻ്റെ പ്രിയ സുഹൃത്ത് ഷമീർ കുന്നമംഗലം ഹോസ്പിറ്റലിൽ പോയി വീഡിയോ എടുക്കുകയും നേരെ ഉറങ്ങാതെ പെരുമയത്ത് ഇവിടെ തിരിച്ചെത്തി ഈ കണ്ട ആളുകൾ മുഴുവൻ കൂട്ടി വീഡിയോ എടുത്തിരിക്കുകയാണ്. നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. വളരെ അർജൻറ്റാണ്. 24 ദിവസമായിട്ട് വെന്റിലേറ്ററിലാണ്. വളരെ ഒരു ഭീമമായ സംഖ്യയാണ് ആവശ്യം. നിങ്ങളെല്ലാവരും കൈ കഴിഞ്ഞ് എൻ്റെ ഒരു 10 രൂപ ഇതിന് ഉപകാരപ്പെടുമോ എന്ന് സംശയിക്കുന്ന ആളുകളുണ്ടാവും. അങ്ങനെ ആയിരക്കണക്കിന് 10 രൂപകൾ കൂടിച്ചേർന്നതാണ് വലിയ സംഖ്യയായിട്ട് മാറാൻ സാധിക്കുന്നത്. എൻ്റെത് ഷെയർ ചെയ്യാനോ പോസ്റ്റുകൾ പോസ്റ്റ് ചെയ്യാനോ ആളുകളില്ല. നിങ്ങൾ സഹായിച്ചാൽ പൊതുസമൂഹമാണ് എൻ്റെ പ്രതീക്ഷ, പൊതുജനങ്ങളാണ് എൻ്റെ കരുത്ത്. പൊതുസമൂഹം ഏറ്റെടുത്താൽ, പൊതുസമൂഹം ഷെയർ ചെയ്താൽ ഈ കുടുംബത്തെ നമുക്ക് ചേർത്ത് പിടിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുകയാണ്, കാരുണ്യ മനസ്സുകൾക്ക് മുമ്പിൽ സമർപ്പിക്കുകയാണ്.